അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കേണ്ട ഡ്യൂട്ടിയൊക്കെ ഞാൻ തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കട്ടെ. 2.5 മാസത്തേക്ക് ഞാൻ അതൊന്ന് പിൻവലിച്ചേക്കാണ്. അപ്പോൾ ദാ കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് 7 മണിക്കാണ് മദ്രസ. അപ്പോൾ അജുട്ടനും ഇഷമോൾക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ കുഞ്ഞുവിന് 9 മണിക്കാണ്. അപ്പോൾ കുഞ്ഞുമാണ് വീഡിയോ പിടിക്കുന്നത്. നേരത്തെ എണീച്ചിട്ടുണ്ട്. കുഞ്ഞുവിന് തീരെ വയ്യായിരുന്നു. ഇന്നലെ കുഞ്ഞുവിന് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അവന് ഇന്നലെ ഭയങ്കര തലകറക്കും ഛർദിയും തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേ നല്ല അവശ്യ നിലയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന് കിടന്നു. പിന്നെ കുറേ നേരം കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിയായിട്ട് രാത്രി 10:30 വരെ അവൻ ഛർദിക്ക് തന്നെയായിരുന്നു. പിന്നെ ചോറൊന്നും തിന്നാതെ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഭേദാവും കേട്ടോ. ഈ മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് അങ്ങനെയാണല്ലോ. ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. ഒരു വട്ടം ഡോക്ടറെ കാണിച്ചതാണ്. ഇനിയും കാണിക്കണം തോന്നുന്നു. ഇനി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഒരുങ്ങാണ്. ഓരോ കുട്ടികളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വാപ്പാടെ ഒരുക്കാണ് കഴിയാത്തത്. അപ്പോൾ ദാ അവർ രണ്ടുപേരും കൂടിയിട്ട് പോയി. ചെറുതായിട്ട് മഴ അങ്ങനെ ചാറുണ്ട് കേട്ടോ. അപ്പോൾ ദാ കൊണ്ടാക്കാൻ പോവാണ്. ഇഷ്ടമോളെ ആച്ചിട്ട് അവർക്കും ഹാപ്പി ആട്ടോ. അപ്പോൾ എന്നും വണ്ടിയിലല്ലേ പോവാറ്. ഇപ്പം നടന്നിട്ടല്ലേ പോണത്. അപ്പോൾ ഇതിന് ഉപ്പയാണല്ലോ കൊണ്ടാക്കണത്. അത് കാരണം ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഇനി 2-2.5 മാസം കഴിഞ്ഞിട്ട് ഇനി പോകുമ്പോഴാവും ഇവിടുത്തെ അംഗങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഇതാ കുഞ്ഞുവിന് 9 മണിക്ക് മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ അവന് ലീവ് ലെറ്റർ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഉസ്താദ് ചീത്ത പറയും. എന്താ മുടങ്ങി എന്നുള്ളതിൻ്റെ കാരണം പൊതുപരീക്ഷ അല്ലേ, 7ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ പൊതുപരീക്ഷയാണല്ലോ. അപ്പോൾ അത് കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഉസ്താദ്. ലീവ് ലെറ്റർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചീത്തൊക്കെ പറയും. അപ്പോൾ അത് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനതൊക്കെ എഴുതി കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അടുക്കളയിൽ കയറി. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഒപ്പം ചുട്ടിട്ട് കഴിക്കില്ലേ ചെയ്യുക. അപ്പോൾ അത് കാരണം കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയത്. പിന്നെ രാവിലെ തന്നെ നമുക്ക് നാളികേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞു തേങ്ങ പിടിക്കാൻ പോയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കുമ്പളങ്ങയും മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. കുഞ്ഞുവിന് മദ്രസയിൽ പോകണം. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരാൾ എനിക്ക് കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് തന്നു കേട്ടോ. വെറുതെ ഇരിക്കുകയല്ലേ, ബോറടിക്കുണ്ടാവും. അപ്പോൾ കുമ്പളങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തി അതൊക്കെ നന്നാക്കി തന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുഞ്ഞു ദോശയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദോശ അടുപ്പത്താണ്. നന്നായി മൊരിഞ്ഞിട്ടുള്ള ദോശ വേണം. അപ്പോൾ അതുകൊണ്ട് അത് മൊരിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയുടെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയണത്. കമൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ പണികൾ ചെയ്യണത്. രാവിലെ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെയും കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് എന്താ പറയുക ഓരോ പണികൾ ചെയ്യണത്. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു. രാവിലെ എണീച്ചപ്പോഴേ മഴ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഇന്ന് മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കാലിൻ്റെ അടിയൊക്കെ നല്ല വിണ്ട് പൊട്ടിയിട്ട് നല്ല വേദനയാണ്. എന്താ പറയുക, നടക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ട്. ഒരു ഭാഗത്ത് അതെല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ. കാലിൻ്റെ ഒരു സൈഡ് വിള്ളൽ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല വേദനയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ നടന്നപ്പോൾ അതങ്ങോട്ട് മാറി. അപ്പോൾ കുഞ്ഞുവിന് ഇന്നലെ വയ്യാണ്ടായപ്പോൾ അവൻ ഇന്ന് രാവിലേക്ക് നല്ല ക്ഷീണം കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് വയ്യ വെച്ചെന്നൊക്കെ പറയാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് അതൊക്കെ ഉഷാറായിക്കോളും എന്ന് പറയായിരുന്നു കേട്ടോ. ഇന്ന് മദ്രസയിലേക്ക് പോകേണ്ടതല്ലേ, ഇന്നലെ തന്നെ പോയിട്ടില്ല വയ്യാതായി. അപ്പോൾ ഇന്ന് ഇനി പോകണ്ട. അപ്പോൾ ചായ കുടിച്ച് റെഡി ആയിക്കോളും. കുറേ ഛർദ്ദിച്ചു. വെള്ളം കുടിക്കുന്നത് ഛർദ്ദിക്കായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് വയ്യാന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കട്ടോ. ഒന്ന് കൊഞ്ചാണ് ആൾ. അങ്ങനെ ഞാൻ കുഞ്ഞുവിന് ഇതാ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാനും ഉപ്പയും ഇവിടെ ഉണ്ടല്ലോ വെച്ചിട്ട് മൂപ്പര് അവിടെ തന്നെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൻ ഓരോ ദോശ കഴിക്കുന്നുണ്ട്. ഒരാളവിടെ കുമ്പളങ്ങേമ മൽപ്പിടുത്തം തുടങ്ങിയിട്ട് കുറേ നേരമായി. സാവധാനം ചെയ്യുള്ളൂ കേട്ടോ. എല്ലാ പണിയും സാവധാനം ചെയ്യുള്ളൂ. അത് നല്ല നീറ്റായിട്ട് ചെയ്യുന്നു മാത്രം. വേഗം വേഗം ചെയ്യൂല. അപ്പോൾ കുമ്പളങ്ങയുടെ മുകളിൽ നിൽക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് എൻ്റെ മുഖം കണ്ട എനിക്ക് കാല് വെച്ചിട്ട് നടക്കാൻ വയ്യ കേട്ടോ. അത് കാരണമാണ് മുഖമൊക്കെ ഇങ്ങനെ ഇളിഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ഇതാ ഓരോന്ന് ചുട്ടിട്ടിരിക്കുന്നു. അപ്പോൾ കുഞ്ഞോന് ഛർദി ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവൻ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വന്നതിൻ്റെ പൊലുവിലൊന്നല്ല കേട്ടോ കുമ്പളങ്ങ നന്നാക്കിയിരുന്നു. എനിക്ക് ആദ്യം ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്ത് തന്നിരുന്നു. പിന്നെ നമ്മൾ വാഴാനിലുള്ളപ്പോഴും വിറകൊക്കെ കൊടുന്നു തരും, വെട്ടി പൊളിച്ച് തരും. കാട്ടിൽ നിന്ന് വിറകൊക്കെ കൊടുന്നത് ഞങ്ങൾ വിറ്റിട്ട് ഞങ്ങൾ അരി മേടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണിയില്ലാത്ത സമയത്തൊക്കെ ഏകദേശം കൊറോണയുടെ ഏകദേശം മുന്നൊക്കെ സമയത്തൊന്നും തീരെ നിവൃത്തിയില്ലാണ്ട് ഞങ്ങൾ കാട്ടിൽ നിന്ന് വിറക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വിറകായിരുന്നു. അത് ഞങ്ങൾ കൊടുത്തിട്ട് അരി വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ഓരോന്നൊക്കെ ചെയ്തു തരും ചില സമയത്ത് തോന്നിയാൽ മാത്രം. അല്ലെങ്കിൽ ഒന്നും ചെയ്തു തരില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ.
അങ്ങനെ കുമ്പളങ്ങയൊക്കെ അരിയിലൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ രണ്ടാളും പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു. ദോശയൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കേണ്ടത്. എല്ലാം ചുട്ടിട്ട് ഒരുമിച്ച് പോയിരുന്ന് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിനൊക്കെ ചൂടാറും. അപ്പോൾ ദോശയൊക്കെ ഒരുമിച്ച് രണ്ടാൾ കൂടിയിട്ട് ഓരോന്നോരോന്ന് ചുട്ട് കൊടുത്തു. പിന്നെ ഞാനും പിള്ളേർക്കുള്ളത് ചുട്ട് വെച്ചിട്ട് പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. എന്താ പറയുക, ഇന്ന് ചട്നി അരച്ചത്, ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ട് പച്ചക്കറിക്കും മീനിനും എല്ലാത്തിനും നല്ല വില ആയില്ലേ. പച്ചക്കറിയുടെ അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റാത്ത വിലയായി. എന്താ മീനിനും അതെ, മത്തിക്കൊക്കെ 300ൻ്റെ മേലെ കിടന്ന് പറയുമ്പോൾ അത്ഭുതമാവും. 20 ഉറുപ്പ്യക്ക് മത്തി കിട്ടിയിരുന്ന കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചട്നി ഉണ്ടാക്കിയത് അതുകൊണ്ട് കേട്ടോ. ആ കുപ്പി എവിടണ? ഇതാണോ ഇത്? അല്ല, എന്താ പറയാ, ഇത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാക്കിയെന്താ പറയ്, സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിരുന്ന? എന്നിട്ട് ആരെങ്കിലും കഴിക്കുമായിരുന്നോ? അത് ഒറ്റയ്ക്ക് കഴിക്കുക? അതൊന്ന് വീഡിയോ അങ്ങനൊന്നും പറയാൻ പാടില്ല. സ്നേഹത്തോടെ കുണുവാവേന്ന് വിളിക്കൂ. കുണുവാവ ഇവിടെ എന്തൊക്കെയാ പിച്ചി പൊളിക്കിണ്ടിട്ട് ഇരുന്നിട്ട്. എന്താ പറയാ, സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു പായസം വെക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ പെരുന്നാളിന് പായസം വെച്ചില്ല കേട്ടോ. പെരുന്നാളിന് എന്താ പറയുക, പായസം വെക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അവിടെ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അതാണ് വെക്കണത്. അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഉരുക്കണം. അപ്പോൾ ദാ ഇവിടെ സോയാബീൻ ഉണ്ടല്ലോ, നമ്മുടെ സോയാ ചങ്ക്സ്, അതൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കുക്കിംഗ് ഒക്കെ ഉണ്ട്, എന്തൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ എന്താ തക്കാളി സോസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഉണക്കമീൻ മേടിക്കാൻ പോയ ആളാട്ടാ. വരുമ്പോൾ ഈ സംഭവം മേടിച്ചിട്ടാണ് വന്നത്. അപ്പം ഇന്ന് മാർക്കറ്റൊക്കെ മുടവായ കാരണം ഉണക്കമീനൊന്നും കിട്ടിയില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ഉണ്ടായിരുന്നു, വാഴാനിക്ക് പോകണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഉണ്ട്. അത് പോയിക്കോളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എന്നെയും കുട്ടികളേനെയും ഇറക്കി വിട്ടല്ലോ, ആ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെയാണ് മനസ്സിലുള്ളത്. അതൊക്കെ മാറി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ പോയിക്കോളൂ. അപ്പം നിങ്ങളുടെ കമൻറ്റ് കാണാതിരുന്നിട്ടൊന്നുമില്ല, അതിന് റീപ്ലൈ തരാതിരുന്നത് ഒരുപാട് പേര് അതന്നെയാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് നമുക്ക് റീപ്ലൈ തരുന്നേക്കാളും നല്ലത് വീഡിയോയിൽ പറയുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനൊന്നും മറുപടി അയക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാനും കുട്ടികളും മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നില്ലേ. അപ്പോൾ ആ ഒരു ചെറിയൊരു ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. അതൊക്കെ മാറുമ്പോൾ ഇൻഷാ അള്ളാ പോയിക്കോളും, മന കണ്ടോളും. അപ്പോൾ പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി വീഡിയോയിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിലത്തെ അവിടുത്തെ കാര്യങ്ങളാണെങ്കിലും അതൊന്നും ഇനി ഞാൻ പറഞ്ഞില്ല, അന്നത്തോട് കൂടിയിട്ട് ഞാൻ വിഷയം വിട്ടു. ഞാൻ ഇനി അത് പറയണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതന്നെ പറഞ്ഞ് ചിലർ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. ഞാൻ പോയാലും വീഡിയോ ഒന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും കമൻറ്റിനൊന്നും റീപ്ലൈ തരാതിരുന്നിട്ട് നമുക്ക് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരാരും ഉമ്മയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതൊക്കെ അവരാരുടെ ഇഷ്ടമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിക്കട്ടെ. നമ്മൾ ഒന്നിലിക്കുമില്ല. അപ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ ഒന്നിലിക്കും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളോട് ഇങ്ങനെ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമൻറ്റിനൊന്നും റീപ്ലൈ തരാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.